ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാരുണ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഷഷ്ടിയായിരുന്നു കൂട്ടുകാരെ. അത് കാരണം എനിക്ക് ശരീരത്തിനൊക്കെ കുറച്ച് സുഖമുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ രാവിലെ എണീച്ച് കുളിയും പ്രാർത്ഥനയൊക്കെ നടത്തി പൂജയൊക്കെ ചെയ്തു, പ്രപഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വളരെ നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു ഭാഗവത പാരായണം നടത്തി. കുറച്ച് നേരം പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു, എന്നാലും അതൊക്കെ നടത്തി. കുട്ടിക്കാലത്ത് ഒത്തിരി ഭാഗവത പാരായണമൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കതൊക്കെ ഒത്തിരി പോസിറ്റീവ് വൈബ് കിട്ടുന്ന അനുഭവങ്ങളാണ്. പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ കൂട്ടുകാർ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം, കമൻസൊക്കെ ഇടണം. എന്നെ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കൂട്ടുകാർ. പിന്നെ ഞാനിന്ന് പൂജ നടത്തിയതിൻ്റെ ഫോട്ടോയും പിന്നെ പാരായണമൊക്കെ നിങ്ങൾക്കിടാം. കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് അതൊക്കെ കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മൈക്കും സ്റ്റാൻഡും ഒക്കെ കിട്ടി. അത് കാരണം കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. പിന്നെ എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാർ? ഇവിടെ പൂനെയിൽ ഇന്നിപ്പോൾ രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു. മഴ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇന്ന് രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു കൂട്ടുകാർ. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അസുഖങ്ങളൊക്കെ തുടങ്ങും വീണ്ടും. പേടിയാണ് മഴ വരുമ്പോൾ. ഇപ്പോൾ എന്നാലും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സുഖം കിട്ടുന്നത്. ഇന്ന് എനിക്ക് നല്ലൊരു പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ പറ്റി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊക്കെ എപ്പോഴും കാണണം. സമയമുള്ളപ്പോഴൊക്കെ ഫോൺ നമ്പറുള്ളവരൊക്കെ ഫോൺ ചെയ്യണം, സംസാരിക്കണം, വിശേഷങ്ങളൊക്കെ പറയണം. എല്ലാവരും എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ. പിന്നെ ലൈവിലും വരുന്നുണ്ട് കൂട്ടുകാർ. ലൈവിൽ വരുമ്പോൾ എല്ലാവരുടെയും മെസ്സേജൊക്കെ കാണാൻ പറ്റും, എന്നെ കാണാനും പറ്റും നിങ്ങൾക്കൊക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഇനി ആഹാരമൊക്കെ കഴിക്കണം. പുറത്തൊന്നും പോകത്തില്ല ഇപ്പം, കാലാവസ്ഥ അത്ര ശരിയല്ല. അത് കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശരീരാസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കും. പിന്നെ ആശുപത്രിവാസമായിരിക്കും കൂട്ടുകാരെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? ജോലിക്കൊക്കെ പോകുന്നുണ്ടോ എല്ലാവരും? ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ വായനയൊക്കെ ഇടാൻ ഞാൻ എല്ലാവരും കേൾക്കണം കേട്ടോ. കേട്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ കൂട്ടുകാർ. അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാൻ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമോ നമഃ. കാരണധാമത്തിങ്കൽ നിന്നഴിഞ്ഞിഴിഞ്ഞിടും ആരണാമൃതപാനം ചെയ്തലസാതെ പാരതിൽ പരോപകാരായ സഞ്ചരിക്കും അത്യാരോമൽ കിളിപ്പെണ്ണി. പാരാതെ വരികിരി മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ആത്മജ്ഞാനമംഗലം പരം സാധിപ്പാനെളുതായ സാധനം പാപക്ഷയം മാധവചരിതം നീ ചൊല്ലേണം മടിയാതെ. കേവലമതു കേട്ടു ചൊല്ലിനാൾ കിളിപ്പൈതൽ ആവോളം വന്ദ്യന്മാരെ വന്ദിച്ചു മന്ദം. ഏരമ്പനഖില വിഘ്നേശ്വരനെനിക്കിതിൻ ആരംഭ വിഘ്നങ്ങൾ തീർത്തിടുവാൻ ദിനം തോറും ചേതസാ വന്നിച്ചു നിന്നിടിനേൻ ആകും വണ്ണം. ചേതസി വിവേകവേഗങ്ങൾ തന്നരുളുവാൻ
കാരണി സരസ്വതി താനുമൻ ജിഹ്വാഞ്ജലേ. ഭാരതി നൃത്തം ചെയ്യുവാനായി അടിവണങ്ങുന്നേ. ദേവകീസുതൻ വസുദേവനന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ തൻ്റെ ലീലാവർണ്ണനത്തിനു താനിനി മമ ഹൃദയാകാശേ ശശാങ്കനായി ആനന്ദരുചികൾ വീശിടുവാൻ ധ്യാനിക്കുന്നേൻ. മനസ്സേ ഗുരുവരൻ തന്നെ പാദങ്ങളും ദീനതയൊഴിഞ്ഞു ചൂടിടിനേനൊഴിയാതെ. വേദവ്യാസനും ഇതികാലമീ വണ്ണം ചൊൽവാൻ ആദരാൽ അനുഗ്രഹിച്ചിടേണം സദൈവമേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.